ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ചിലർ എന്നെ വിളിച്ച് പറയാറുണ്ട്, സർ എനിക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പല സാഹചര്യത്തിലും എനിക്ക് പലരെയും പരിചയപ്പെടേണ്ടതായിട്ട് വരും, പക്ഷെ ടോപ്പിക് ഒന്നും കിട്ടാറില്ല സംസാരിക്കാൻ എന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. ഏകദേശം 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇടപഴകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോൺവെർസേഷൻ വളരെ ഡീപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊക്കെ എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരോട് സംസാരിച്ചു, പേര്, സ്ഥലമൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും. അത് കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണല്ലോ. അതിനുശേഷം കുറച്ച് ഇടപഴകി കഴിയുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ വീട്ടിൽ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള സമയം, ഈവനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മോർണിംഗിലായിക്കോട്ടെ, എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു മറുപടി ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഞാൻ TV കണ്ടിരിക്കും, ചിലപ്പോൾ ഞാൻ പുസ്തകങ്ങൾ വായിക്കും, ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അത് ചെയ്യും. ഇങ്ങനെ പോകുന്നു ഒരുപാട് ഉദാഹരണങ്ങളുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും പുതിയ സ്കില്ലുകളൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ പറഞ്ഞു എന്ന് വരാം. എന്താണെങ്കിലും ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ വ്യക്തിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. എന്താ ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. ബാക്കിയുള്ള ഫ്രീ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൂടി അറിയുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലേ? മാത്രമല്ല ആ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയല്ലാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ളത് എന്താണ് എന്നുള്ളത് ചോദിക്കാം. ചിലപ്പോൾ ആ പാഷൻ തന്നെയായിരിക്കും ഇപ്പോൾ അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ എക്സാക്റ്റ് പാഷൻ എന്താണ്, എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കാം. ചില ആളുകളുടെ പാഷൻ അവരുടെ കരിയർ തന്നെയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള റിപ്ലൈസും കാര്യങ്ങളൊക്കെ അവർ തരുന്ന സമയത്ത് അവരെത്രത്തോളം ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയാണ്, അതുപോലെ തന്നെ എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെയൊക്കെയാണ്, അയാളുടെ വിഷൻ എന്താണ് എന്നുള്ളതൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാനും കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവരോട് ചോദിക്കാൻ പറ്റുന്ന അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു നിമിഷം എന്താണെന്നുള്ളത്. സംസാരത്തിനിടയിൽ ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ ചോദിക്കണം എന്നില്ല, ഇതിന് ഉത്തരം കിട്ടുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ അപ്പോൾ അവർ ചിലപ്പോൾ ചൈൽഡ്ഹുഡിലെ എന്തെങ്കിലും മെമ്മറീസൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം, സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യാറുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുന്നതൊക്കെ ഇഷ്ടമാണോ? കോമൺലി എല്ലാവർക്കും അത് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ എവിടേക്ക് യാത്ര ചെയ്യാനാണ് ആഗ്രഹം? അങ്ങനെയുള്ള ഒരു ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ള വ്യക്തിയാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ വീക്കെൻഡ്സ് നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത് എന്നുള്ളത്. ശനി, ഞായർ അല്ലെങ്കിൽ ഞായർ എന്ന് പറയുന്ന ആ ഒരു ദിവസം എങ്ങനെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാറ്? വീട്ടിൽ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയാണോ, അതോ പുറത്ത് സുഹൃത്തുക്കളുടെ കൂടെയാണോ, അതോ വല്ല പാർട്ടിക്ക് പോകാറുണ്ടോ, അല്ലെങ്കിൽ വല്ല പബ്ബിലോ അങ്ങനെ അടിച്ചു പൊളിക്കാറുണ്ടോ? എന്താണ് നിങ്ങളുടെ വീക്കെൻഡ്സ്? അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതും കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വളരെയധികം സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം, നിങ്ങൾ എന്തെങ്കിലും പുതിയ സ്കില്ലുകളോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു മറുപടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പിടിച്ചു കയറാം. പിന്നീട് അങ്ങോട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു 70% ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ടായിരിക്കും.
ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അക്കാദമിക് ലെവലിലുള്ള ഒരു പഠനം മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും നമ്മൾ പല സ്കില്ലുകളും നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അത്തരം ചോദ്യങ്ങൾ ചോദിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹമുണ്ടോ, അതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഞാനൊരു 6 ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് ഒരു വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ വളരെ അവർക്ക് ഭയങ്കര ഒരു ഇംപ്രഷനാണ് ഉണ്ടാക്കുക, നിങ്ങളോട് കൂടുതൽ അട്രാക്ഷനാണ് തോന്നുക, നിങ്ങൾക്ക് സംസാരിക്കാൻ ടോപ്പിക്കില്ല എന്നുള്ള പരാതിയും ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇനി പെൺകുട്ടികളെ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ അപ്ലൈ ചെയ്യേണ്ട സാഹചര്യം നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇത്തരം ക്വസ്റ്റ്യൻസ് മനസ്സിൽ വെക്കുന്നത് തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാവും. നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കണ്ടൻറ്റ്, ഈ ഒരു 6 ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരും കാണട്ടെ, അവർക്കും അടിപൊളിയായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.